Hi all, welcome to I Plus. ഞാൻ അക്ഷര. കാറ്റഗറി 3 ഇംഗ്ലീഷ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിലേറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു എക്സാം തന്നെയായിരുന്നു. നമുക്കറിയാം ലിറ്ററേച്ചർ ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് വാസ്റ്റ് ആണ്. നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പറ്റുന്ന ഒരു സബ്ജക്ട് തന്നെയാണ് ഇംഗ്ലീഷ് അല്ലേ. എന്നിരുന്നാലും നമുക്ക് ഒരു കട്ട് ഓഫ് മാർക്ക് കടക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പോരാത്തതിന് പെഡഗോജി ക്വസ്റ്റ്യൻസ് ഏറെക്കുറെ എല്ലാം തന്നെ എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ആ ഒരു ഏരിയ ഒക്കെ നന്നായിട്ട് സ്കോർ ചെയ്തവർക്ക് ലിറ്ററേച്ചറും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാസ് ആവാൻ കഴിയുന്ന ഒരു എക്സാമിനേഷൻ തന്നെയായിരുന്നു. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വാൾപോൺ ഇസ് എ ക്യാരക്ടർ ഇൻ എ പ്ലേ ബൈ. വാൾപോൺ എന്ന ക്യാരക്ടർ ഏത് റൈറ്ററിന്റെ പ്ലേയിൽ വരുന്നതാണ്? ബെൻ ജോൺസിന്റെ പ്ലേയിൽ വരുന്നതാണ്. അടുത്ത ചോദ്യം, ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ഇസ് എ വർക്ക് ബൈ. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്ക് ആണ്. മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ജോസഫ് കോൺറാഡ് ആണ്. അടുത്തത് വരികൾ തന്നേക്കുവാണ്. ഹാഫ് പവർ ടു അബൻറ്റ്യൂർ 50 fathoms deep lies. അത് എവിടെ നിന്നാണ് ചോദ്യം എന്നാണ്. സർ പാട്രിക് സ്പെൻസ് ആണ്. അപ്പം ചിലപ്പം വരികൾ ഇതുപോലെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണമെന്നില്ല. ഒരിക്കലെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള വരികളാണെങ്കിൽ പെട്ടെന്ന് ഓർക്കും. അല്ലാതെ നമുക്ക് എല്ലാ കവിതകളുടെയും എല്ലാ വരികളും പഠിച്ചിട്ട് എക്സാമിന് പോകുക എന്നുള്ള പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അടുത്ത ചോദ്യം, ദ ടൈം ഫോർ ഹ്യൂമൻ വോയിസ് ബോക്സ്. ഹ്യൂമൻ വോയിസ് ബോക്സ് നമ്മൾ പറയുന്ന പേരെന്താണ്? ലാരിങ്സ് എന്നാണ്. അടുത്ത ചോദ്യം, ദ റെസ്റ്റോറേഷൻ റെഫേഴ്സ് ടു ദ റെസ്റ്റോറേഷൻ ഓഫ്. റെസ്റ്റോറേഷൻ പീരീഡിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണ്. ആരെയാണ് തിരികെ കൊണ്ടുവന്നത്? ചാൾസ് സെക്കൻഡിനെ കൊണ്ടുവന്നതാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ മ്യൂസിക് ഇൻ മൈ ഹാർട്ട് ഐ ബോർ ലോങ് ആഫ്റ്റർ ഇറ്റ് വാസ് ഹേർഡ് നോ മോർ സോ സേസ്. ആരുടെ കവിതയിൽ നിന്നുള്ള വരികളാണ്? വില്യം വേർഡ്സ്വർത്തിന്റേതാണ്. അടുത്ത ചോദ്യം, ടു സോർട്സ് ഓഫ് ബാഡ് പോയിട്രി ആർ ഡിസ്കസ്ഡ് ഇൻ. ടു സോർട്സ് ഓഫ് ബാഡ് പോയിട്രി എവിടെയാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? ആൻ എസ്സേ ഓൺ ഡ്രാമാറ്റിക് പോയസിയിലാണ്. അടുത്ത ചോദ്യം, ദ ഡെസ്റ്റിനേഷൻ ഇൻ ദ പിൽഗ്രിംസ് പ്രോഗ്രസ്. അവിടെ ഡെസ്റ്റിനേഷൻ ആയിട്ട് പറയുന്നത് എന്താണ്? ദ സെലസ്റ്റിയൽ സിറ്റി ആണ്. അടുത്തത്, എർവോൺ ഈസ് ഇൻ ദ സെയിം റാന ആസ്. എർവോൺ എന്ന് പറയുന്ന വർക്ക് ഇത് എന്ത് റാനയിൽ വരുന്നതാണ്? യൂട്ടോപ്പിയൻ ഫിക്ഷനിൽ വരുന്നതാണ്. അപ്പം യൂട്ടോപ്പിയാണ് നമുക്കിവിടെ ആൻസർ വരിക. അടുത്ത ചോദ്യം ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ഈസ് ബൈ. ആരാണ് റൈറ്റർ? മേരി വോൾസ്റ്റോൺക്രാഫ്റ്റ് ആണ്. അടുത്ത ചോദ്യം, ദ നോർമൻ കോൺക്വസ്റ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ ലീഡർ നെയിം. നോർമൻ കോൺക്വസ്റ്റ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വില്യം അല്ലെ, വില്യം ഓഫ് നോർമൻഡി. അടുത്ത ചോദ്യം, എ പോയറ്റ് വെൽ നോൺ ഫോർ റൈറ്റിംഗ് പോയംസ് ഓൺ ഹിസ് ബർത്ത്ഡേ. ഡിലൻ തോമസ് ആണ്. അടുത്ത ചോദ്യം, മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഇറ്റ്. എന്ത് തരം കവിത എന്നാണ് ചോദ്യം? സോണറ്റ് ആണ്. സോണറ്റ് ആണ് മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ, ആ ഒരു ഫസ്റ്റ് ലൈൻ വരുന്നത്. അടുത്ത ചോദ്യം, ദ നമ്പർ ഓഫ് സിലബിൾസ് ഇൻ ദ വേർഡ് ജോഗ്രഫി. ജോഗ്രഫിയിൽ എത്ര സിലബിൾസ് ഉണ്ട്? 4 സിലബിൾസ് ആണ് ഉള്ളത്. അടുത്തത്, ദ ഓഥർ ഓഫ് സനാതൻ ദളിത് ലിറ്ററേച്ചർ എന്നുള്ളൊരു ചോദ്യമാണ്. ശരത് കുമാർ ലിംബാലയാണ്. അടുത്ത ചോദ്യം, ഫുൾ മിനി ജം ഓഫ് പ്യൂറസ്റ്റ് റേസറിൻ ഈസ് എ ലൈൻ ഫ്രം. ആരുടെ ലൈൻ ആണ്? തോമസ് ഗ്രേ ആണ്. കവിത ലിറ്ററേച്ചറിന്റെ കൺട്രി ചർച്ചയാടാണ്. സ്ഥിരമായിട്ട് കേട്ടിട്ട് ഇംഗ്ലീഷ് എക്സാമിനേഷനിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു റൈറ്ററാണ് തോമസ് ഗ്രേ. അദ്ദേഹത്തിന്റെ 99% ചോദ്യവും ഈ പറഞ്ഞ ലിറ്ററേച്ചറിന്റെ കൺട്രി ചർച്ചയാടിൽ നിന്ന് തന്നെയാണ്. ഇത്തവണയും ആ ഒരു രീതിക്ക് മാറ്റം വന്നിട്ടില്ല, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, എ ട്രാൻസ്ലേറ്റർ ഓഫ് ദ ബൈബിൾ. ഈ കൂട്ടത്തില് ബൈബിൾ ട്രാൻസ്ലേറ്റർ ആരാണ്? വില്യം ടിൻഡേലാണ്. വേർഡ് അഗോണിസ്റ്റസ് ഇൻ ദ ടൈറ്റിൽ ഓഫ് മിൽട്ടൺസ് പ്ലേ. മിൽട്ടന്റെ പ്ലേയിൽ അഗോണിസ്റ്റസ് എന്നുള്ള വേർഡ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ കോമ്പാറ്റ് ആണ്. അടുത്തത്, എ പോയിന്റ് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ. കൂട്ടത്തില് ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന പോയിന്റ് എന്ന് പറയുന്നത് വിൽഫ്രഡ് അവനാണ്. അടുത്ത ചോദ്യം, സ്ട്രോങ് സൺ ഓഫ് ഗോഡ് ഇമോർട്ടൽ ലവ് ദിസ് ബിഗിൻസ്. ഏത് വർക്കാണ്? ഇൻ മെമ്മോറിയം ആണ്. അടുത്തത്, റെസ്ട്രേഷൻ കോമഡി ആയിട്ടുള്ള ദ വേ ഓഫ് ദ വേൾഡ് ഈസ് എ വർക്ക് ബൈ. ആരാണ് എഴുതിയത്? വില്യം കോൺട്രീവ് ആണ്. അടുത്തത്, മിത്തോളജീസ് ഇസ് ദ വർക്ക് ഓഫ്. മിത്തോളജീസ് ആരുടെ വർക്കാണ്? റൊളാൻഡ് ബാർത്ത്സിന്റെ വർക്കാണ്. അടുത്ത ചോദ്യം, എബനീസർ സ്ക്രൂച്ച് ഇസ് എ ക്യാരക്ടർ ഇൻ എ ക്രിസ്മസ് കരോളിലെ ക്യാരക്ടറാണ് എബനീസർ സ്ക്രൂച്ച്. അടുത്ത ചോദ്യം, വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ് ഹൗ വേർ ആർ ദി. ആരാണ് ചോദിച്ചത്? ആരുടെ വരികളാണ്? ജോൺ കീറ്റ്സിന്റേതാണ്. അടുത്ത ഡയറക്ടർ ചോദ്യമാണ്. മോഡേൺ ഫിക്ഷൻ ആരുടെ വർക്കാണ്? മോഡേൺ ഫിക്ഷൻ വെർജീനിയ വൂൾഫിന്റെ വർക്കാണ്. അടുത്തത്, ഡിസ്ക്രിപ്ഷൻ ഓഫ് കോക്ക് ടൗൺ അപ്പോസിൻ ഏത് വർക്കിലാണ്? ഹാർഡ് ടൈംസിലാണ് കോക്ക് ടൗണിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത്. അടുത്ത ചോദ്യം, ദ ഐഡിയ ഓഫ് യൂണിവേഴ്സിറ്റി ഇസ് ആൻ എസ്സേ ബൈ. ആരുടെ എസ്സേ ആണ്? കാർഡിനൽ ന്യൂമാന്റെ എസ്സേ ആണ്. അടുത്ത ചോദ്യം, ദ ഡച്ചസ് ഓഫ് മാൽഫി ആരുടേതാണ്? ആരാണ്?
വെബ്സ്റ്ററിന്റെ പ്ലേ ആണ് ദ ഡച്ചസ് ഓഫ് മാൽഫി. അടുത്ത ചോദ്യം, ജെയിംസ് ബോസ്വെൽ ഈസ് വെൽ നോൺ ആസ്. ജെയിംസ് ബോസ്വെൽ ആരായിരുന്നു? അദ്ദേഹം ഒരു ബയോഗ്രാഫർ ആയിരുന്നു. അടുത്ത ചോദ്യം, അനസ് മിറാബിലസ് സെലിബ്രേറ്റഡ്. അനസ് മിറാബിലസ് എന്താണ്? എ ഇയർ ആണ്. അടുത്ത ചോദ്യം, ദ വിന്നർ ഓഫ് ദ 2024 നോവൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. സ്ഥിരമായിട്ട് നമ്മൾ പറയുന്നതാണ്, കെരിഡ് എക്സാമിനെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യുക, അടുത്തടുത്തുള്ള വർഷങ്ങളിലെ നോബൽ പ്രൈസ് വിന്നേഴ്സിന്റെ പേരുകൾ പഠിച്ചു വെക്കുക. മിക്കവാറും എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അപ്പൊ ഇത്തവണയും ചോദിച്ചു. ഹാൻ കാങ് ആണ് 2024 നോബൽ പ്രൈസ് ലിറ്ററേച്ചർ വിന്നർ. അടുത്ത, ജസ്റ്റിൻ പൈലറ്റ് ആസ്ക് എ ക്വസ്റ്റ്യൻ നമ്പർ. ജസ്റ്റിൻ പൈലറ്റ് ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്? ട്രൂത്തിനെ കുറിച്ചാണ്. അടുത്ത ചോദ്യം, ഒരു നോവലിന്റെ കംപ്ലീറ്റ് ടൈറ്റിൽ പറയാനായിട്ടാണ്. ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കീൽ ആൻഡ് മിസ്റ്റർ ഹൈഡ് ആണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഇഫ് ഐ ഷുഡ് ഡൈ തിങ്ക് ഓൺലി ദിസ് ഓഫ് മീ, that there is some corner of a foreign field that is forever England. These are lines from ആരുടേതാണ്? റോബർട്ട് ബ്രൂക്കിന്റേതാണ്. അടുത്തത്, ദ ലെജൻഡറി ഫൗണ്ടർ ഓഫ് ബ്രിട്ടൻ ആരായിരുന്നു? ബ്രൂട്ടസ് ആയിരുന്നു. അടുത്ത ചോദ്യം, എ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക ആരുടെ വർക്കാണ്? ഡെറക് വാൽക്കോട്ടിന്റെ വർക്കാണ്. അടുത്ത ചോദ്യം, ദ സീഡ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ ആർ മെൻഷൻഡ് ബൈ. സീഡ് ഷവേഴ്സ് ഓഫ് ഏപ്രിൽ ഇവിടെ നമുക്ക് കാണാം ചൗസറിന്റെ ഏതാണ് വർക്ക്? കാൻറ്റർബറി ടെയിൽസ് അല്ലെ. അപ്പൊ നമുക്ക് ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു വർക്കാണ്. അടുത്ത ചോദ്യം, ടോം ജോൺസ് ഈസ് എ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ. ആര് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ ആണ്? ഹെൻറി ഫീൽഡിംഗ് ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടർ ആണ്. അടുത്ത ചോദ്യം, ഗ്രോ ഓൾഡ് അലോങ് വിത്ത് മീ, ദ ബെസ്റ്റ് ഈസ് എറ്റ് ടു ബി. പലപ്പോഴും കോട്ട് ചെയ്ത് പലരും യൂസ് ചെയ്യാറുള്ള വരികളാണ്. ആരുടേതാണ്? റോബർട്ട് ബ്രൗണിങ്ങിന്റേതാണ്. അടുത്ത ചോദ്യം, ദ ഓഥർ ഓഫ് ഫോർ കോട്ടേറ്റ്സ് ആരാണ്? നമ്മുടെ ടി.എസ്. ഇലിയറ്റ് ആണ്. തോമസ് ടി.എസ്. ഇലിയറ്റിനെ കാണുമ്പോൾ പെട്ടെന്ന് അത് ആരാണെന്ന് സംശയം പലർക്കും തോന്നിയേക്കാം. നമ്മുടെ ടി.എസ്. ഇലിയറ്റ് തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ഓഥർ ഓഫ് ദ നോവൽ ദാറ്റ് ബിഗിൻസ് വിത്ത് ദ ഇമേജ് ഓഫ് മുക്കോ വിച്ച് മീറ്റ്സ് എ ലിറ്റിൽ ബോയ് നെയ്മഡ് ബേബി ടുക്കു ആരാണ്? ഓഥർ ജെയിംസ് ജോയ്സ് ആണ്. അടുത്തത്, സബ്ജക്ട് ഓഫ് ഷെല്ലി സെഡോണിസ് എന്താണ് സബ്ജക്ട്? കീറ്റ്സ് ആണ് ഈ ഒരു വർക്കിൽ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അദ്ദേഹത്തെ കുറിച്ചാണ്. അടുത്തത്, സെവൻ ഏജസ് ഓഫ് എ മാൻ ഈസ് എ പാസേജ് ഫ്രം. നമ്മളിപ്പോ ചെറിയ ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്കിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു കവിതയാണ് സെവൻ ഏജസ് എന്ന് പറയുന്നത്. ശരിക്കും അത് എവിടെ നിന്നാണ് ആ ഒരു പാസേജ്? ഷേക്സ്പിയറിന്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള ഡ്രാമയിൽ നിന്നാണ്. അടുത്ത ചോദ്യം, ഡാഷ് he's a father of English poetry said dash of dash. അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയിട്രി എന്ന് ഒരു വ്യക്തി മറ്റൊരു വ്യക്തി പറഞ്ഞതാണ്. അപ്പൊ ആദ്യം എന്താണ്? ആരാണ് പറഞ്ഞതാണ്? ഡ്രൈഡൻ ആണ് പറഞ്ഞത്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ചോസറിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്ത ചോദ്യം, ഇൻ ദ മെർച്ചന്റ് ഓഫ് വെനീസ് പോർഷ്യ ടേൺസ് ദ റോൾ ഓഫ്. പോർഷ്യ ടേൺസ് ദ റോൾ ഓഫ് എന്താണ്? ബൽത്താസാർ ആണ്. ദ റൺ ഓഫ് ദ കാസ്റ്റിൽ ഓഫ് ഒട്രാൻഡോ എന്ത് തരം നോവലാണ്? ഗോത്തിക് നോവലാണ്. അടുത്ത ചോദ്യം, ചാൾസ് ലാംബ് ആൻഡ് ജെയിൻ ഓസ്റ്റിൻ ഇവര് ഒരേ കാലഘട്ടത്തിലാണ് ജനിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക, രണ്ടുപേരും എന്താണ്? സെയിം ഇയറിലാണ് ജനിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, ദ ക്യൂൻ ഹു ടുക്ക് ദ ടൈറ്റിൽ എംപ്രസ് ഓഫ് ഇന്ത്യ. എംപ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ കിട്ടിയ ക്യൂൻ ആരായിരുന്നു? ക്യൂൻ വിക്ടോറിയ ആയിരുന്നു. അടുത്ത ചോദ്യം, സെലിബ്രേറ്റഡ് മാരേജ് ഓഫ് ടാലന്റഡ് റൈറ്റേഴ്സ് ഏത് കപ്പിൾസ് ആയിരുന്നു? ദ ബ്രൗണിംഗ് കപ്പിൾസ് ആണ് അല്ലേ. റോബർട്ട് ബ്രൗണിങ്ങും എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും. അടുത്ത ചോദ്യം, ദ ഫ്രേസ് ടെറിബിൾ ബ്യൂട്ടി ഈസ് അട്രിബ്യൂട്ടഡ് ടു ആരുടെ വർക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? WB യേറ്റ്സിന്റെ വർക്കിലായിരുന്നു. അടുത്ത ചോദ്യം, ദ സ്റ്റഡി ഓഫ് ദ സൗണ്ട് സിസ്റ്റം ഓഫ് ലാംഗ്വേജ്. സൗണ്ട് സിസ്റ്റം ഓഫ് ലാംഗ്വേജ് നമ്മൾ എന്താ പറയുന്നത്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഫോണോളജി. അടുത്തത്, ദ സ്ട്രക്ചർ ഓഫ് എ ഫോറിൻ ലാംഗ്വേജ് ക്യാൻ ബെസ്റ്റ് ബി തോട്ട് ബൈ കമ്പയറിംഗ് ആൻഡ് കോൺട്രാസ്റ്റിംഗ് ഇറ്റ് വിത്ത് ദാറ്റ് ഓഫ് മദർ ടങ് ഈസ് ആൻ അസംഷൻ ഓഫ് ദ. ഏത് മെത്തേഡിന്റേതാണ്? ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിന്റേതാണ്. അടുത്തതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലേണിംഗ് ഡിസോർഡർ എക്സിബിറ്റഡ് ത്രൂ ഡിഫിക്കൽട്ടി ഇൻ റീഡിംഗ് ആൻഡ് ഐഡന്റിഫൈങ് സ്പീച്ച് സൗണ്ട്സ് എന്താണ്? ഡിസ്ലെക്സിയ ആണ്. വീണ്ടും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, എ ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ദാറ്റ് മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് പ്രൊവൈഡ്സ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് എന്താണ്? ഫോർമേറ്റീവ് അസസ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, which of the following method emphasizes language learning through imitation and repetition? ഇമിറ്റേഷനിലും റെപ്പറ്റീഷനിലും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു ലാംഗ്വേജ് ലേണിംഗ് നടക്കുന്നെങ്കിൽ അത് ഏത് മെത്തേഡാണ്? ഓഡിയോ ലിംഗ്വൽ മെത്തേഡാണ്. അടുത്ത ചോദ്യം, which is an effective principle of a language learning? എഫക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് ലാംഗ്വേജ് ലേണിംഗ് ആയിട്ട് വരുന്ന ഈ കൂട്ടത്തിൽ എന്താണ്? സെൽഫ് കോൺഫിഡൻസ് ആണ്. അടുത്ത ചോദ്യം, the approach to language teaching that emphasize the use of authentic materials and a real life situation ഏത് മെത്തേഡാണ്? CLT, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ്. അടുത്ത ചോദ്യം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്
happens with environmental influence through imitation, reinforcement and conditioning. Imitation, reinforcement, conditioning വാക്കൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടും. ആരുടേതാണ്? ബിഹേവിയറിസ്റ്റ് സ്കൂളിൻ്റെതാണ്. അടുത്ത ചോദ്യം, which of the following activities align with the theory of experiential learning in language classroom? Participating in a റോൾ പ്ലേ ആണ്. എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിന് സഹായിക്കുന്നത് എന്താണ്? ഒരു റോൾ പ്ലേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ് ഈ കൂട്ടത്തിൽ ആപ്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. അടുത്ത ചോദ്യം, the use of figurative language to evoke a sensory experience or create a picture with word for a reader. അതിനെ നമ്മൾ എന്താ പറയുക? ഇമേജറി എന്നാണ് പറയുക. അടുത്ത ചോദ്യം, the psychologist associated with the theory of multiple intelligence. ഇന്നലെയും നമുക്ക് ചോദ്യം സൈക്കോളജി ഏരിയയിൽ വന്ന ഒരു ഏരിയ ആണ്. എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്? ആരുടേതാണ്? ഹൊവാർഡ് ഗാർഡ്നർ. അടുത്ത ചോദ്യം, which is not a technique of social constructivism. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ ടെക്നിക്ക് അല്ലാത്തത് ഈ കൂട്ടത്തിൽ ഏതാണ്? ലെക്ചറിങ് ആണ്. അടുത്ത ചോദ്യം, ഫോണീം ഈസ് എ യൂണിറ്റ്. ഫോണീം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും എന്തിന്റെ യൂണിറ്റ് ആണ്? സൗണ്ടിന്റെ യൂണിറ്റ് ആണ്. അടുത്ത ചോദ്യം, the process of breaking down complex skills into smaller manageable parts. കോംപ്ലക്സ് ആയിട്ടുള്ള സ്കില്ലുകളെ സ്മാളർ ആയിട്ടുള്ള മാനേജ് ചെയ്യാൻ കഴിയുന്ന പാർട്സ് ആക്കി മാറ്റുന്നതിന് എന്ത് പറയുന്നു? ടാസ്ക് അനാലിസിസ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, ഫ്ലിപ്പഡ് ക്ലാസ് റൂം പ്രൈമർലി ഇൻവോൾവ്. ഫ്ലിപ്പഡ് ക്ലാസ് റൂമിൽ എന്താണുള്ളത്? ഡെലിവറിംഗ് ലെക്ചേഴ്സ് അറ്റ് ഹോം വിയ വീഡിയോസ് ആൻഡ് പ്രാക്ടീസിംഗ് ഇൻ ക്ലാസ് ആണ്. അടുത്ത ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടേം ആണല്ലേ. അഡാപ്റ്റിംഗ് ടീച്ചിങ് ടു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റ് നീഡ്സ് ആണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അടുത്തത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടേം ആണ് സ്കഫോൾഡിംഗ്. ദ ടേം സ്കഫോൾഡിംഗ് ഇൻ എഡ്യൂക്കേഷൻ റെഫേഴ്സ് ടു എന്താണ്? പ്രൊവൈഡിംഗ് ടെമ്പററി സപ്പോർട്ട് ടു സ്റ്റുഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്കഫോൾഡിംഗ് എന്ന് പറയുക. അടുത്തത്, a literary device that reflect repetition in two or more nearby words of initial consonant sounds. ഇനിഷ്യൽ കൺസണന്റ് സൗണ്ട്സിൽ ടു ഓർ മോർ നിയർബൈ വേർഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുക? അലിട്രേഷൻ എന്നാണ് പറയുക. അടുത്ത ചോദ്യം, the psychologists who developed the theory of cognitive development. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട തിയറിസ്റ്റ് ആരാണ്? ജീൻ പിയാഷെ ആണ്. അടുത്ത ചോദ്യം, ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ക്രിയേറ്റിംഗ് എ പോസിറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെന്റ്. പോസിറ്റീവും ഇൻക്ലൂസീവും ആയിട്ട് ക്ലാസ് റൂമിൽ ഇവിടെ ആപ്റ്റ് ആയിട്ട് വരുന്ന 2 പോയിന്റുകളാണുള്ളത്. ബിൽഡ് എ സപ്പോർട്ടീവ് ക്ലാസ് റൂം കൾച്ചറും ഇക്വിറ്റബിൾ ആക്സസ് ടു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം 1 and 3 വരുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആയിട്ട് വരിക. അടുത്ത ചോദ്യം, സ്റ്റുഡൻസ് ലേൺ ഫ്രം ഇന്ററാക്ഷൻ വിത്ത് അതേഴ്സ്. ദിസ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് എന്തിന്റെ പ്രിൻസിപ്പിൾ ആണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രിൻസിപ്പിൾ ആണ്. അടുത്തത്, പ്രോസസ് ഓഫ് ആഡിങ് എ പ്രിഫിക്സ് ഓർ സഫിക്സ് ടു ക്രിയേറ്റ് ന്യൂ വേർഡ്സ്. പ്രിഫിക്സ് അല്ലെങ്കിൽ സഫിക്സ് ആഡ് ചെയ്ത് ന്യൂ വേർഡ്സ് ഉണ്ടാക്കുന്ന വേർഡ് ഫോർമേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്താ പറയുക? അഫിക്സേഷൻ. അടുത്ത ചോദ്യം, ഇൻ സൈലന്റ് വേ ദ മെത്തേഡ് ഓഫ് ടീച്ചിങ് ദ ടീച്ചർ ഈസ് റിക്വയർഡ് ടു. ആ പേരിൽ തന്നെ ഉണ്ട് സൈലന്റ് വേയിൽ ടീച്ചർ എന്താണ്? മിനിമൽ വെർബൽ ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. ജസ്റ്റേഴ്സ് ഉപയോഗിക്കുന്നു, കൂടെ എന്താണ്? മിനിമൽ വെർബൽ ഇൻസ്ട്രക്ഷൻ ആണ്. അടുത്ത ചോദ്യം, which of the following is a characteristic of a student centered classroom. സ്റ്റുഡന്റ് സെന്റേർഡ് ക്ലാസ് റൂമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ കൂട്ടത്തിൽ എന്താണ്? എൻഷുറിംഗ് മാക്സിമം സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ ആണ്. അടുത്തത്, റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇൻ ദ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കോഗ്നിറ്റീവ് സ്കിൽ. ഹയസ്റ്റ് ലെവൽ നമുക്കറിയാം, റിവൈസ് ചെയ്തപ്പോൾ അതിൽ ഏറ്റവും വലിയ ലെവലായിട്ട് ഏറ്റവും ഹയർ ആയിട്ട് വന്നത് എന്താണ്? ക്രിയേറ്റ് ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ എക്സാമ്പിൾ ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഫ്രം ദ ഫോളോയിങ്. കൂട്ടത്തിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്താണ്? യുവർ ഡാൻസ് സ്കിൽ ഈസ് നോട്ട് റിയലി ഗുഡ് എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ എന്തായിരുന്നു? നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയിരുന്നു. അടുത്ത ചോദ്യം, which of the following is one of the benefit of using technology in the classroom. ടെക്നോളജി ഉപയോഗിക്കുന്നതിന്റെ ആ ഒരു പ്രയോജനം, വൺ ഓഫ് ദ ബെനിഫിറ്റ് എന്താണ്? എൻഹാൻസ്ഡ് സ്റ്റുഡന്റ് എൻഗേജ്മെന്റ് ആണ്. അടുത്ത ചോദ്യം, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ഇസ് എ പ്രൈം ഡിസ്ക്രിപ്ഷൻ ഫോർ അസസിംഗ്. ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രൈം ഡിസ്ക്രിപ്ഷൻ ഫോർ അസസിംഗ്. എന്ത് അസസ് ചെയ്യാനാണ്? ഡിസ്കോഴ്സ് റൈറ്റിംഗിലാണ്. അടുത്ത ചോദ്യം, റെക്കഗ്നൈസിംഗ് കണക്റ്റഡ് സ്പീച്ച് ആൻഡ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ഗിസ്റ്റ് ഓഫ് ഇറ്റ്സ് is a sub skill of. ഒരു എന്താണ്? കണക്റ്റഡ് സ്പീച്ച് മനസ്സിലാക്കാനും അതിലെ അർത്ഥം മനസ്സിലാക്കാനും അവിടെ നമുക്ക് മനസ്സിലാക്കുക എന്നതിൽ തന്നെ കിട്ടിയ എന്താണ്? ലിസണിംഗ് സ്കില്ലാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആപ്ലിക്കേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ ബൈ ബൈലിംഗൽ ഓർ മൾട്ടിലിംഗൽ സ്പീക്കറിനെ എന്ത് പറയുന്നു? ലാംഗ്വേജ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ഇത്തരം ചോദ്യങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾ ഓൾറെഡി എക്സാമിന് എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽ അനാലിസിസ് സെക്ഷൻ നമ്മൾ പിന്നീട് എടുക്കുന്നതായിരിക്കും. കാരണം എന്താണ്, ഇപ്പൊ ആദ്യമായിട്ടൊക്കെ പരീക്ഷ എഴുതിയവർക്ക് ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയായിരിക്കും. എന്തൊക്കെയോ സ്പീഡിൽ ആൻസേഴ്സ് പറഞ്ഞു പോയി, അങ്ങനെ കേട്ടിട്ട് കാര്യമില്ല. ഓരോ കാര്യങ്ങളും എന്താണ്, മറ്റ് ഓപ്ഷൻസ് ആയിട്ട് നമ്മൾ കണ്ട കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. ഇത് തന്നെയായിരിക്കും എന്ത് ചെയ്യാം, അടുത്ത തവണ മറ്റൊരു രൂപത്തിൽ ചോദ്യം
ചോദ്യമായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പൊ ഉത്തരം കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഡീറ്റെയിൽ അനാലിസിസ് വൈകാതെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.